നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിനുള്ള അവസാന വട്ട ഒരുക്കത്തിലാണ് പോർച്ചുഗൽ ഉള്ളത്. ഇന്ന് അവർ അയർലൻഡുമായിട്ട് അവരുടെ അവസാന സൗഹൃദ മത്സരം കളിക്കുന്നു. അപ്പോൾ കോച്ച് റോബർട്ടോ മാർട്ടിൻസ് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ വരുന്നു. യൂറോ കപ്പിനുള്ള സ്റ്റാർട്ടിംഗ് 11 റെഡിയായോ? അത് സെറ്റായോ? നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളുണ്ടല്ലോ. ക്രിസ്ത്യാനോ സ്റ്റാർട്ട് ചെയ്യുമോ, അതല്ല അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തുകയാണോ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ നടന്ന പോലെ സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പല ചോദ്യങ്ങൾ കോച്ചിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനോ വളരെ പ്രധാനപ്പെട്ട താരമാണ് എന്ന് തന്നെയാണ് മറുപടി പറയുന്നത്. പക്ഷേ സ്റ്റാർട്ടിംഗ് 11-ലോ ബെഞ്ചിലോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ കോച്ച് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വീണ്ടും വരുന്നത്. പ്ലേയിങ് 11 സെറ്റായോ എന്ന് റോബർട്ടോ മാർട്ടിൻസിനോട് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി ഒന്ന് നോക്കുക. അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: നോ, ഞാൻ വിചാരിക്കുന്നത് ഇൻഡിവിജ്വലി ഓരോരുത്തരും വർക്ക് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്ലെയേഴ്സിന് അവരുടെ ബെസ്റ്റ് പൊസിഷൻ കൊടുക്കുക, ടീമിൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുക്കുക, എന്നിട്ട് അവരുടെ പ്രകടനം നമ്മൾ വിലയിരുത്തുക, അവരുടെ ഫോം, അവർ എത്രത്തോളം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട പ്രോസസ്സ്. ഞാൻ വിചാരിക്കുന്നത് സെച്ചിയക്കെതിരെയുള്ള മത്സരത്തിനുള്ള 11 നമ്മൾ 17-ാം തീയതി തീരുമാനിക്കുമെന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പോർച്ചുഗൽ വേഴ്സസ് സെച്ചിയ അവരുടെ യൂറോ കപ്പിലെ ആദ്യ മത്സരമാണ്. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെയുള്ള ആ കളി നടക്കുന്നത് 18-ാം തീയതിയാണ്. അതുകൊണ്ടാണ് കോച്ച് പറയുന്നത് 17-ാം തീയതി ആയിരിക്കും എന്താണ് 11 എന്ന് തീരുമാനിക്കുക. ഡ്രസ്സിംഗ് റൂമിൽ അപ്പോൾ താരങ്ങൾ തമ്മിലൊരു കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവണം, ആ ഒരു പാഷൻ ഉണ്ടാവണം, സ്റ്റാർട്ടിംഗ് 11-ൽ അവസരം ലഭിക്കണം എന്നുള്ളതിൽ. അപ്പോൾ പ്ലെയേഴ്സ് തീർച്ചയായിട്ടും സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം ലഭിക്കാനുള്ള പ്രകടനം അവർ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവും എന്നാണ് കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ ഇപ്പോഴേ ഇതാണ് 11 എന്ന് സെറ്റ് ചെയ്ത് വെച്ച് താരങ്ങളിലേക്ക് അത് പാസും ചെയ്ത് അവരുടെ കോമ്പറ്റീറ്റീവ്നെസ് ഇല്ലാതെയാക്കുന്നില്ല. അവർ തമ്മിൽ പോരാടട്ടെ. സ്റ്റാർട്ടിംഗ് 11-ൽ എനിക്ക് സ്ഥാനം വേണമെന്ന നിലയിൽ അവരുടെ പോരാട്ടം തുടരട്ടെ. ഇപ്പോൾ 11 തീരുമാനിച്ചിട്ടില്ല. അത് സെച്ചിയക്കെതിരെയുള്ള കളിയുടെ തൊട്ട് മുമ്പത്തെ ദിവസം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് റോബർട്ടോ മാർട്ടിൻസ് പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.